ഇന്ന് ഞാൻ കോഴികളെ കൂടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ. ഈ ചാക്കിലുള്ള എന്താ അറിയോ, നമ്മൾ കോഴിക്കൂട്ടിൽ നിന്ന് എടുത്ത അതിൻ്റെ കാഷ്ടാണ് കേട്ടോ. അത് നല്ല വളമാണ്, അതെല്ലാവർക്കും അറിയാൻ മതി. എന്നാലും അത് നമ്മൾ നേരിട്ടിടരുത്. നമ്മൾ ഈ തെങ്ങിനും അങ്ങനത്തെ വലിയ മരങ്ങൾക്കൊക്കെ നല്ല ഇടുക. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ നല്ല നനവാണ് കേട്ടോ. അപ്പോൾ തെങ്ങിനൊക്കെ നമ്മൾ പറയുന്ന കേൾക്കുക ലാസ്റ്റ് മഴക്കാലമൊക്കെ അടുപ്പിച്ച് വരുമ്പോഴാണ് ഇടലെന്ന്. പിന്നെ അല്ലാതെ നമ്മൾ നട്ട പച്ചക്കറിക്കും കാര്യങ്ങൾക്കൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ കുറച്ച് പൊടിച്ചിടുകയാണെങ്കിൽ അതിന് നല്ല വെള്ളവും വേണം കേട്ടോ. അല്ലാഞ്ഞാൽ അതിൻ്റെ ചൂടുകൊണ്ട് പിന്നെ ചെടിയല്ല പച്ചക്കറിയൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഈ മണ്ണ് മാന്തി എന്ന് പറഞ്ഞ സാധനം, മണ്ണ് മാന്തി പറഞ്ഞാൽ നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇട്ട പേരാണോ ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ സാധനത്തിന് മണ്ണ് മാന്തി എന്നാണ് പറയില്ല. പക്ഷേ ഞാൻ മണ്ണല്ല ഇപ്പം മാന്തുന്നത്. അത് ഈ കൊഴിഞ്ഞ ഇലകളുണ്ടാവില്ലേ നമ്മൾ മേലെന്ന്, ഇലകളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കത്തിക്കുക കേട്ടോ. അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കണം ഹരിതസേന വരുമ്പം കൊടുക്കാൻ. അവർക്ക് കഴുകിയിട്ട് കൊടുക്കും. അത് കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഞാനൊന്ന് ഏകദേശം വൃത്തിയാക്കിയിട്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം വൃത്തിയുണ്ടോയെന്ന് പറയാൻ പറ്റില്ല, പിന്നെ അറിയില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം വൃത്തിയാക്കി കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഈ കോഴിക്കൂടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ വൃത്തി ഉണ്ടാവുള്ളൂ. കോഴിക്കൾ തിന്നണ പാത്രം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കഴിയുന്നിടത്തോളം നമ്മൾ വൃത്തിയാക്കും. അപ്പോൾ അതൊക്കെ ആ വേസ്റ്റുകളൊക്കെ ഞാൻ ഏതായാലും അങ്ങനെ ചുട്ടിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇത് ചുടുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുടുമ്പോൾ ഇതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ കോഴിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ പോയാൽ അണുക്കളൊക്കെ നശിച്ചോളൂ കേട്ടോ. അണുക്കൾ നശിക്കുക വെച്ചാൽ പ്ലാസ്റ്റിക് പെടരുത്. പ്ലാസ്റ്റിക് നല്ലതല്ല, നമുക്ക് ആർക്കും നല്ലതല്ല. അപ്പോൾ അത് അതിൽ പെടാതെയാണ് ഞാനിതൊക്കെ ഇതാക്കണത്. അതിൽ കുറച്ച് ഉണങ്ങിയ വിറകുകളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം അത് കോഴിക്കൂടിലൊക്കെ എത്തിയാൽ അണുക്കൾ പോവും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കുട്ടിക്ക് തീറ്റ കൊടുക്കട്ടെ. പാത്രം അപ്പുറത്തിരുന്ന് വെച്ചിരുന്നത്, അപ്പോൾ എടുത്തുകൊണ്ടിരാൻ പോലെ കോഴിക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയാണ്. അത് കുറച്ച് കോഴിക്കുട്ടികളുണ്ട്, ഒരു 10 ദിവസം പ്രായമായ കോഴിക്കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഞാനും എൻ്റെ മോനും കൂടി ഇങ്ങനെ തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനും ഉണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കോഴിക്കുട്ടി പുറത്തേക്കാണ് ചാടി ആകെ സ്വീപ്പായി പോയി. കണ്ടോ, ആ തീയിൻ്റെ അടുത്ത് കൂടിയാണ് ആ പായുന്നത്. എന്തോ ഭാഗ്യത്തിന് തീയിൽ പെടാതെ വന്നതാണ്. അല്ല കരിഞ്ഞു പോവും. കണ്ടോ, 2 പ്രാവശ്യം പാഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒപ്പം പാഞ്ഞതാണ് ഞാനും. എങ്ങനെ ഏതായാലും അതിൻ്റെ ബാക്കിൽ അതോടി ആ തലക്കന്ന് അതിനെ പിടിച്ച് കിട്ടിയതായാലും. ചെറിയ കോഴിക്കുട്ടി 10 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ നാടൻ കോഴിക്കുട്ടികളാകുമ്പോൾ നല്ല ഉഷാറുണ്ടാവും ഇവർക്ക്. നമ്മൾ മറ്റേ കോഴീൻ്റെ മാതിരിയല്ല, ഇവർക്ക് നല്ല പായാനുള്ള കഴിവ് നല്ല അപാരം കേട്ടോ. അതിനങ്ങനെ പിടിച്ചേതായാലും അതിലേക്ക് പിടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുടിവെള്ളം വെച്ചിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ ആ പാത്രം തട്ടിച്ചിന്താതെക്കാൻ വേണ്ടി ഒരു കല്ല് വെക്കുകയാണ് കേട്ടോ. അത് ചെറിയ കോഴിക്കുട്ടികൾ അതിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെ ഇത് വെക്കുകയാണെങ്കിൽ, നമ്മൾ വാങ്ങുന്ന പാത്രം വെക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കല്ലും നമ്മൾ വെച്ചാൽ അത് മറിഞ്ഞ് ചിന്തൂല. അല്ലെങ്കിൽ കൂട് മൊത്തത്തിൽ നനഞ്ഞ് ഇൻഫെക്ഷൻ വന്ന് കോഴിക്കുട്ടികൾ ചത്തു കിട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കാണ്ട് നമ്മൾ കോഴിക്കുട്ടികളെ വളർത്തുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് ഇതാക്കി കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ കത്തലൊക്കെ നിന്ന് അതിൻ്റെ പുക അങ്ങനെ വരികയാണ്. പിന്നെ ഞാൻ ആ പുക അവിടെ വന്നോട്ടെ വിചാരിച്ചു. എന്തായാലും കോഴിക്കുടുക്കൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനതിന് കോഴിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. അതിന് ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അതിന് ഷീറ്റ് അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ കോഴിൻ്റെ പാത്രം വെക്കലാണ്. അല്ലാഞ്ഞാൽ കോഴി ഇങ്ങനെ ചിക്കി പറിക്കുമ്പോൾ ആ ചോറൊക്കെ നിലത്തേക്ക് വീണിട്ട് മണ്ണിലായി പോവും. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ ചോറും തവിടൊക്കെ കുഴച്ചത് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോഴിക്കളെ വിടുകയാണ്. പക്ഷേ ഈ ചോറ് എനിക്ക് കിട്ടുന്ന ഇവിടെ നിന്നുള്ള വേസ്റ്റുകളല്ല കേട്ടോ. ഇത് സ്കൂളിൽ നിന്ന്, എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന്, എൻ്റെ മോനല്ല ഞാനും പഠിച്ച സ്കൂളാണ് കേട്ടോ അത്. അപ്പോൾ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇട്ടത്. അപ്പോൾ കൊണ്ടുവരുന്നതാണ് എന്നും. അതിൽ തവിടൊക്കെ കുഴച്ചിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അതന്നെ മതി, നല്ലോണം ഇട്ട് കൊടുത്താൽ വൈകുന്നേരം വരെ അതുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല പുല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അതും ഇട്ട് കൊടുക്കും കേട്ടോ. അതിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവർ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. പുറത്തേക്കൊന്നും ചാടില്ല. മേലെ കൂടെ വലപ്പെട്ടതാണ്, ആദ്യം വലല്ലായിരുന്നു. കോഴി മുട്ടടാനൊക്കെ ചിലപ്പോൾ ഉണ്ട് മേലക്കൊരു കയറ്റൽ. അങ്ങനെയായിട്ട് നമ്മളൊരു ദിവസം പോണത്.